രാജ്യത്ത് ഇന്നു മുതൽ ട്രെയിൻ യാത്രയ്ക്ക് ചിലവേറും. ഇന്നു മുതൽ പുതുക്കിയ ടിക്കറ്റ് നിരക്ക് നിലവിൽ വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രെയിൻ നിരക്ക് കൂട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AC കോച്ചുകളിലും എല്ലാ കോച്ചുകളിലും ടിക്കറ്റ് നിരക്ക് കൂട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. നമുക്കറിയാം, ഈ റെയിൽവേ നമ്മളോട് സ്വീകരിക്കുന്ന ഒരു സമീപനം കാരണം ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നിർത്തലാക്കി കളഞ്ഞിരിക്കുന്നു. സീനിയർ സിറ്റിസൺസിൻ്റെ ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയിരുന്നു. ഒപ്പം തന്നെ പല തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട് കോവിഡ് കാലത്ത്. അതൊന്നും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പാസഞ്ചർ വണ്ടികൾ, ചെലവ് കുറഞ്ഞ പാസഞ്ചർ വണ്ടികൾ എത്രയോ നിർത്തലാക്കി. അതെല്ലാം എക്സ്പ്രസ് ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ തീവട്ടിക്കൊള്ളയാണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോഴിതാ ടിക്കറ്റ് നിരക്കും കൂട്ടുകയാണ്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഇന്നു മുതൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് നിരക്ക് കൂടും. കേന്ദ്ര സർക്കാർ ടിക്കറ്റ് നിരക്ക് കൂട്ടിയിരിക്കുന്നു. സ്വാതിക്ക് ഇനി നാട്ടിലേക്ക് വരണമെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. ഗുഡ് മോർണിംഗ് മനു. സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ മനു സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ ഇനി നാട്ടിലേക്ക് എത്തുന്നത് കൂടുതൽ പൈസ ചിലവാക്കിക്കൊണ്ടായിരിക്കും. ട്രെയിൻ ടിക്കറ്റ് വില കൂടുന്നതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് ഇത്തരത്തിൽ ദൂരെ നിൽക്കുന്ന ആളുകളാണ്. കിലോമീറ്ററുകൾ അനുസരിച്ചാണ് ഇത്തരത്തിൽ മാറ്റം വന്നിട്ടുള്ളത്. ട്രെയിൻ ടിക്കറ്റിൻ്റെ നിരക്കിൽ മാറ്റം വന്നിട്ടുള്ളത്. ഈ കമ്പാർട്ട്മെൻറ്റുകളുടെ വെട്ടിച്ചുരുക്കം, അതോടൊപ്പം തന്നെയും ആവശ്യത്തിനുള്ള സർവീസുകളില്ല. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആശങ്കകളൊക്കെയും ഈ ട്രെയിൻ സർവീസുമായി ബന്ധപ്പെട്ട്, റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും അതിനൊരു ഇരട്ടി ഭാരം എന്ന നിലയിൽ ടിക്കറ്റിന്റെ നിരക്കിലും കൂടുതൽ വർധനവ് വരുന്നത്. ഈ വർധനവ് AC കോച്ചുകൾക്കുൾപ്പെടെ എല്ലാ ട്രെയിനുകളുടെയും AC കോച്ചുകൾക്ക്, അതോടൊപ്പം തന്നെയും ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ സഞ്ചരിക്കുന്നവർക്കെല്ലാം ഈ ടിക്കറ്റ് നിരക്ക് ബാധകമാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ AC കോച്ചുകളിൽ കിലോമീറ്ററിന് 2 പൈസ വീതമാണ് വർദ്ധിക്കുന്നത്. എക്സ്പ്രസ് മെയിൻ ട്രെയിനുകൾക്ക്, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് 1 പൈസ വർധനവാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയും ഈ AC 3 ടയർ 2 ടയറിലൊക്കെയും 2 പൈസ വീതം വർധനവുണ്ടാവും. അതോടൊപ്പം തന്നെ കിലോമീറ്റർ അനുസരിച്ചാണ് ഈ വർധനവിൽ മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഈ ഓർഡിനറി നോൺ AC ടിക്കറ്റുകൾക്ക് 500 കിലോമീറ്റർ വരെ ടിക്കറ്റ് നിരക്കിൽ മാറ്റമില്ല. എന്നാൽ 501 മുതൽ 1000 കിലോമീറ്റർ വരെയാണ് ഈ മാറ്റം വരുന്നത്. 501 മുതൽ 1500 കിലോമീറ്റർ വരെയാണ് മാറ്റം വരുന്നത്. അത് 5 രൂപയാണ് ടിക്കറ്റിന് വർദ്ധിക്കുക. അതായത് 501 മുതൽ 1500 വരെ നോക്കുമ്പോൾ 5 രൂപ വർധനവാണ് ടിക്കറ്റിൽ വരുന്നത്. മറ്റൊന്ന് 1501 കിലോമീറ്റർ മുതൽ 2500 കിലോമീറ്റർ വരെ വരുമ്പോൾ 2500 കിലോമീറ്റർ വരെ 10 രൂപ വർധന ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെയും വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകൾക്കും ഈ ടിക്കറ്റ് നിരക്ക് ബാധകമാണ്. ഈ ഉയരുന്ന ടിക്കറ്റ് റേറ്റ് ബാധകമാണ് എന്നുള്ളതാണ്. ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ട്രെയിൻ ടിക്കറ്റുകൾക്ക് അധിക ചെലവുണ്ടാവുകയും യാത്രാ ദുരിതം കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ യാത്രയിൽ കൂടുതൽ പൈസ ചെലവാക്കുന്നതിനപ്പുറത്തേക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇരട്ടി ഭാരം എന്ന നിലയിൽ ഈ യാത്രക്കാരെ വലയ്ക്കുന്ന സമീപനം കേന്ദ്ര റെയിൽവേ മന്ത്രാലയം സ്വീകരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആവശ്യത്തിന് സർവീസുകളില്ല. കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള നിർത്തിവെച്ച സർവീസുകൾ പുനരാരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കമ്പാർട്ട്മെന്റുകൾ വെട്ടിച്ചുരുക്കുന്നു. അത്തരത്തിൽ പൂർണ്ണമായും ജനങ്ങളുടെ യാത്രാ ദുരിതമാക്കിക്കൊണ്ടാണ് ഈ ദൂരയാത്ര സർവീസുകളൊക്കെ പൂർണ്ണമായും വെട്ടിക്കുറയ്ക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നിൽക്കുമ്പോൾ ആ പരാതികളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നത് മാത്രമല്ല, ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ടിക്കറ്റിന്റെ റേറ്റ് കൂടി കൂടുന്നത്. ഈ ടിക്കറ്റ് നിരക്ക് കൂടുന്നതോടുകൂടി ജനങ്ങളാകെ ആശങ്കയിലാണ്. നിരവധിയായിട്ടുള്ള ഈ ദീർഘദൂര സർവീസുകൾ യാത്ര ചെയ്യുന്നവർ 500 കിലോമീറ്റർ മുതലൊക്കെയും ടിക്കറ്റ് 5 രൂപ, 10 രൂപ, 15 രൂപ നിരക്കിൽ കൂടുമ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നവർക്ക് വലിയ ടിക്കറ്റ് ചാർജ് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ആശങ്കയായി നിലനിൽക്കുന്നത്. എന്തായാലും നമുക്കൊക്കെ ഇനി നാട്ടിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പൈസ, ഈ ടിക്കറ്റിന് വേണ്ടി കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരുന്നു എന്നുള്ളത് വലിയ ആശങ്കയായി തന്നെ തുടരുന്നു. ഇന്നു മുതൽ എന്തായാലും ടിക്കറ്റ് നിരക്ക് പ്രാബല്യത്തിൽ വരിക കൂടിയാണ്. മനു, ശരി, ഏതായാലും ഇന്നു മുതൽ ടിക്കറ്റ് നിരക്ക് പ്രാബല്യത്തിൽ വരുന്നു. ഏതായാലും വലിയൊരു കൊള്ള തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ എത്രയോ ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയ വകയിൽ റെയിൽവേ സ്വന്തമാക്കിയത് ഏകദേശം ഒരു 3000 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്ന വിവരം കുറച്ച് നാളുകൾക്ക് മുൻപാണ് വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. ആ വാർത്ത വന്നപ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ആ വാർത്തയ്ക്ക് നമ്മുടെ മലയാള മാധ്യമങ്ങൾ നൽകിയ തലക്കെട്ട് പ്രേക്ഷകരുടെ ഓർമ്മയിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് മലയാള മാധ്യമങ്ങൾ നൽകിയ തലക്കെട്ട് റെയിൽവേക്ക് നേട്ടം 3000 കോടി എന്നായിരുന്നു. ആ നേട്ടം അവർ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഈ പറയുന്ന ആനുകൂല്യങ്ങൾ, സാധാരണക്കാർക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കിക്കൊണ്ടാണ്. ഏറ്റവും അവസാന വരിയിലാണ് ആ വാർത്ത അവർ എഴുതി ചേർത്തത്. അതായത് ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയതുകൊണ്ടാണ് ഈ തുക റെയിൽവേ ലാഭിച്ചത് എന്ന് പറഞ്ഞു വെച്ചത് ഏറ്റവും അവസാന വരിയിലാണ്. അതാണ് കേന്ദ്രത്തിനോടുള്ള BJP സർക്കാരിനോടുള്ള മാധ്യമങ്ങളുടെ പൊതുവായ സമീപനം. ഇനി ഈ ടിക്കറ്റ് നിരക്ക് വർധനവിനെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല.